അങ്ങനെ കപ്പയും മീൻകറിക്കൊക്കെയുള്ള പ്രിപ്പറേഷൻ ഞാൻ വിചാരിച്ചു വന്നാൽ അതൊരു വീഡിയോ ആയിട്ടിടാം. കഴിക്കുന്ന മാത്രം കാണിച്ചാൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നല്ല വേകുന്ന കപ്പ അങ്ങനെ ഞാൻ അത് വേവാനായിട്ടിട്ടു. മത്തിയും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തു. ഉപ്പൊക്കെ ഇട്ട് ചട്ടിക്കലത്തിലേക്ക് ഇട്ട് ഉരച്ച് അതിൻ്റെ ചെതമ്പലും അതിൻ്റെ ഒരു ഉളുമ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 പീസായിട്ടൊക്കെ മുറിച്ചു മത്തി. അങ്ങനെ മത്തിക്കറി വെക്കാനായിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടു. ഞാൻ പേസ്റ്റായിട്ടേക്കുന്നത്, അതാ ഈ കല്ല് പോലെ കിടക്കുന്നത്. അതിങ്ങനെ മെൽറ്റാകുമ്പം വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ പേസ്റ്റ് അത് മെൽറ്റാകുമല്ലോ ചൂട് ചെല്ലുമ്പം. അങ്ങനെ കപ്പയൊക്കെ വെന്തു വാർത്തു. നല്ല വേകുന്ന കപ്പ, സൂപ്പർ കപ്പ. കണ്ടാലറിയാതെ നല്ല നൂറുള്ള കപ്പയാണേ. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് മത്തിക്കറിക്കായിട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുടംപുളി കുതത്താനിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുത്തു. കുടംപുളി ഇട്ട് വെച്ച മത്തിക്കറിയാണ്. നല്ല നെയ്മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കുടംപുളി ഇട്ട് വെച്ചാൽ. അതും കപ്പയ്ക്ക് കോമ്പിനേഷൻ കുടംപുളി ഇട്ട മത്തിക്കറിയല്ലേ. അങ്ങനെ മത്തികളെല്ലാം ചട്ടിയിലോട്ട് ചാടുന്നു. എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ മത്തിക്കറിയും അല്ലെങ്കിൽ മീൻ കറിയും കപ്പയും കോമ്പിനേഷൻ അല്ലേ. അതിൻ്റെ കൂടെ ഒരു അല്ലെങ്കിൽ ചമ്മന്തി അരച്ചതും നല്ല വേകുന്ന കപ്പയും കട്ടൻ ചായയും കട്ടൻ കാപ്പിയോ അതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് മറക്കാൻ പറ്റാത്തതാണല്ലോ. നമ്മുടെ നാവിലിങ്ങനെ വെള്ളം ഊറുന്ന സംഭവമല്ലേ. നല്ല പുളിയൊക്കെ ഇട്ട് അരച്ചു ഞാൻ ചമ്മന്തി. കാന്താരിയും മാങ്ങയുടെ ഒരു കോമ്പിനേഷനുണ്ട്, അതും കൂടെ ഇതിനകത്തൊക്കെ ചേർത്തു. അങ്ങനെ മീൻകറിയുടെ റെഡിയായി കേട്ടോ. എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചമ്മന്തി അപ്പം അങ്ങനെ റെഡിയായി, മീൻകറിയും റെഡിയായി, കപ്പയും വെന്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. അങ്ങനെ പ്ലേറ്റിലോട്ടിട്ട് നല്ല വേകുന്ന കപ്പ, അതും വലിയ വലിയ പീസാണെങ്കിലും നമുക്ക് വേകുന്ന കപ്പ കിട്ടുമ്പോൾ നല്ല നൂറുള്ള കപ്പയാണ്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് മത്തിക്കറിയിൽ. നെയ്മത്തി ആയതുകൊണ്ട് അങ്ങനെയെല്ലാം ഞാൻ പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചൂട് ചാറൊക്കെ ഒഴിച്ചു കപ്പയുടെ മുകളിൽ. അപ്പം അങ്ങനെ ചൂടായിട്ട് കഴിക്കുക. കോമ്പിനേഷൻ ചമ്മന്തിയുണ്ട്, അടിപൊളി. കഴിക്കട്ടെ.